ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ഫിംഗറും കൂടെ വെച്ചിട്ടുള്ള ലെസനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് 11ാമത്തെ ലെസനാണ് എക്സ്റ്റീൻ പിയാനോ കോഴ്സ് എന്നുള്ള ബുക്കിൽ നിന്നും 11ാമത്തെ ലെസൺ അറ്റ് ദ മൂവീസ് എന്നുള്ള പേരുള്ള ലെസനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ 10ാമത്തെ ലെസൺ വരെയും നമ്മൾ പഠിച്ചത് 4th ഫിംഗർ വരയ്ക്കുള്ളതാണ്. റൈറ്റ് ഹാൻഡ് 4th ഫിംഗർ വരയ്ക്കും, ലെഫ്റ്റ് ഹാൻഡ് 4th ഫിംഗർ വരയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th ഫിംഗർ, അതായത് 1st ഫിംഗർ, 2nd, 3rd, 4th, 5th ഫിംഗർ വരുന്നത്. അപ്പോൾ 1, 2, 3, 4, 5 ജി എന്നുള്ള നോട്ടും കൂടെ റൈറ്റ് ഹാൻഡിൽ കിട്ടും. ലെഫ്റ്റ് ഹാൻഡിൽ നമുക്ക് പറയുകയാണെങ്കിലോ 1, 2, 3, 4th, 5th. ലെഫ്റ്റ് ഹാൻഡിൽ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ എഫ് വരയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ലെസനകത്ത് ലെഫ്റ്റ് ഹാൻഡ് എഫ് വരയ്ക്ക് വരുന്നില്ല, നെക്സ്റ്റ് ലെസണിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ റൈറ്റ് ഹാൻഡ് നോട്ട് മാത്രം ഇവിടെ മുകളിൽ ജി വരയ്ക്കുള്ള നോട്ടുകൾ കാണിക്കും. ലെഫ്റ്റ് ഹാൻഡ് ശരിക്ക് 4th ഫിംഗർ തന്നെയാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. ഫസ്റ്റ് ഇതൊക്കെ എല്ലാം 4-4 തന്നെയാണ് കേട്ടോ, ഇതെല്ലാം 4-4 താളത്തിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വരുന്ന നോട്ട് CDEF എന്നുള്ള നോട്ടാണ് ഫസ്റ്റ് ബാറിൽ. ശരിക്ക് 1, 2, 3, 4 ഈ സ്പീഡ് മാത്രം മതി കേട്ടോ. 1, 2, 3, 4 ഫസ്റ്റ് ബാർ കഴിഞ്ഞു. സെക്കൻഡ് ബാറിൽ ജി എന്നുള്ളത് നമ്മുടെ 5th ഫിംഗർ നമ്പർ കൊടുത്തിട്ടുണ്ടതിൽ 5th ഫിംഗർ ജി എന്നും ഇ എന്നുള്ളത് 2 ബീറ്റ്. അപ്പോൾ ഇത് 2 ബീറ്റ്, ഇത് 2 ബീറ്റ്. 1, 2, 3, 4. ഇനി അടുത്ത് ഡി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3, 4. 1, 2, 3, 4. ഇതൊന്ന് സ്ലോവിൽ ഫസ്റ്റ് ലൈൻ ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ഒരേ ടൈമിങ്ങിൽ തന്നെയാണ് വായിക്കേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം. നെക്സ്റ്റ് ലൈനിൽ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നാണ് ഫസ്റ്റ് ബാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ GABC ലെഫ്റ്റ് ഹാൻഡ്. നെക്സ്റ്റ് ബാറിൽ DEFG. ആ 2 ബാർ ഒന്ന് നിർത്താതെ വായിക്കാം. 1, 2, 3, 4. 1, 2, 3, 4. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സിയിൽ ഞാൻ തമ്പ് വെച്ചിട്ട് ഡിയിൽ സെക്കൻഡ് ഫിംഗർ വെച്ചത് നിങ്ങൾ മറ്റേ അറിയാതെ തമ്പ് വെക്കരുത് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏത് ഫിംഗറിലാണ് ആ നോട്ട് വരുന്നത് അതുപോലെ തന്നെ പൊസിഷൻ ഇപ്പോൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡിയിൽ സെക്കൻഡ് ഫിംഗർ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 ബാർ കഴിഞ്ഞു. ഇനി ഇ എന്നുള്ളത് 2 ബീറ്റ്, ഡി എന്നുള്ളത് 2 ബീറ്റ്, അടുത്ത് സി എന്നുള്ളത് 4 ബീറ്റ് ലെങ്ത്. റൈറ്റ് ഹാൻഡ് തന്നെയാണ്. 1, 2, 3, 4. 1, 2, 3, 4. അപ്പോൾ കംപ്ലീറ്റ് ആ ലൈൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഈ സ്പീഡിൽ തന്നെ ഈ ലെസൺ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കാം. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇതിപ്പോൾ നമ്മൾ സ്ലോവിലാണ് വായിച്ചത്. കുറച്ചുകൂടി നമ്മൾ സ്പീഡ് കൂട്ടി 1, 2, 3, 4. 1, 2, 3, 4 ഈ സ്പീഡിൽ വായിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ താളം ഞാൻ കൗണ്ട് ചെയ്യാതെ വായിച്ച് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എങ്ങനെ കൗണ്ട് ചെയ്ത് വായിക്കണം കൂടെ കാണിച്ചു തരാം. ഇനി ഇത് നമ്മൾ കൗണ്ട് ചെയ്ത് വായിക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇങ്ങനെ ആദ്യം നിങ്ങൾ സ്ലോയിൽ വായിച്ചതിന് ശേഷം ഇതുപോലെ വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾ 5th ഫിംഗർ വരയ്ക്കുള്ള നോട്ടുകൾ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ 5th ഫിംഗറിൽ വരുന്ന നോട്ട് ജി എന്നുള്ള നോട്ടാണ്. അത് നിൽക്കുന്ന സെക്കൻഡ് ലൈനിലാണ് കേട്ടോ. താഴ്ത്തുന്ന സെക്കൻഡ് ലൈനിലാണ് ആ ജി എന്നുള്ള നോട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇപ്പോൾ നമ്മൾ 5 വിരലുകൾ വരുന്ന നോട്ടുകളാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ 5 വിരലുകൾ വരുന്ന നോട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിൽ ഒന്നുകൂടെ നിങ്ങൾ പഴയ ലെസനൊക്കെ എടുത്ത് നോക്കിയിട്ട് ആ നോട്ടുകൾ പഠിക്കുക.
കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പറയുന്നില്ല ഞാൻ, നിങ്ങൾക്കറിയാം. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.